ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളുടെ തുക 36, അവയുടെ ഗുണനഫലം 1680 പദങ്ങളേവ. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, അതിൻ്റെ 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ 36, ആ ടേംസിൻ്റെ പ്രൊഡക്റ്റ് 1680. ആ ടേംസ് ഏതൊക്കെ? നമുക്ക് ആ തുടർച്ചയായ 3 പദങ്ങൾ എക്സ് മൈനസ് വൈ, എക്സ് പ്ലസ് വൈ എന്നെടുക്കാം. ഇത് സമാന്തര ശ്രേണിയിലാണെന്ന് എടുക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ കൂടെ വൈ കൂട്ടി പോയത് കിട്ടും അല്ലേ. എക്സ് മൈനസ് വൈൻ്റെ കൂടെ വൈ കൂട്ടിയ എക്സ് കിട്ടും, എക്സിൻ്റെ കൂടെ വൈ കൂട്ടിയ എക്സ് പ്ലസ് വൈ കിട്ടും. അപ്പോൾ ഇതാണ് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ എന്ന് സങ്കല്പിക്കുക. ഇനി ഇതിൻ്റെ തുക എന്നതിൻ്റെ 36, എല്ലാം കൂടി കൂട്ടുക. എക്സ് മൈനസ് വൈ കൂട്ടണം എക്സ് പ്ലസ് വൈ സമം 36, മൈനസ് വൈ പ്ലസ് വൈ കൂട്ടുമ്പോൾ 0 ആയിപ്പോയി. ബാക്കി ഒരു എക്സ് കൂട്ടുമ്പോൾ 3x സമം 36, എക്സ് സമം 36/3 12. ഇനി നമുക്ക് ഗുണനഫലം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിക്കുക. ഏതൊക്കെ? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് 3 കൂടി ഗുണിച്ചു. അത് എത്രയാണ്? 1680. ഇതൊരു ഐഡൻറ്റിറ്റി ആണല്ലോ. എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഒരു ഐഡൻറ്റിറ്റിയാണ് സർവ്വസമവാക്യം. ഇൻറ്റു എക്സ് സമം 1680. ഇതിൽ നമുക്ക് എക്സിൻ്റെ വില കൊടുക്കുക. എക്സ് 12 കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും 12 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 12 സമം 1680. ഇൻറ്റു 12 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 12 സ്ക്വയർ 144 മൈനസ് വൈ സ്ക്വയർ സമം 1680/12. 144 മൈനസ് വൈ സ്ക്വയർ സമം ഇത് ഹരിക്കുമ്പോൾ 14 12 168, ഒരു 0 140. 144 ഈ 140നെ എങ്ങോട്ട് എടുത്തു? അപ്പോൾ 144 കുറയ്ക്കണം 140 സമം മൈനസ് വൈ സ്ക്വയർ അങ്ങോട്ട് എടുത്തു, പോസിറ്റീവ് വൈ സ്ക്വയർ. 144 140 കുറച്ചാൽ വൈ സ്ക്വയർ സമം 4. അപ്പോൾ വൈ കാണാൻ റൂട്ട് കാണുക, റൂട്ട് ഓഫ് 4 2. നമുക്കിപ്പോൾ എക്സും വൈയും കിട്ടി. ഇനി നമ്മുടെ പദങ്ങൾ എന്താണ്? എക്സ് മൈനസ് വൈ, എക്സ് പ്ലസ് വൈ. വില കൊടുക്കുമ്പോൾ 12 മൈനസ് 2 12, 12 പ്ലസ് 2 12 2 കുറച്ചാൽ 10 12 12 2 14. പദങ്ങൾ 10 12 14.